ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത് ഇവിടെ നിന്ന് ഈ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുതുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്ന് വിട പറയുകയാണ്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് കൂട്ടിയ ഒരിക്കലും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഒരാഴ്ച സമയം എടുക്കും ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് പോകണമെങ്കിൽ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ദൂരം പോകുമ്പോൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റാണ്ടാകും, ശരിക്കും നമ്മൾ വയ്യാണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഏൽപ്പിച്ചിരിക്കുന്നത് കൊച്ചി പാക്കേജ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനീനെയാണ്. അവരെന്ന് വെച്ചാൽ ഫിലിം സ്റ്റാർസിനൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ഇവർക്ക് ഓൾറെഡി ഉള്ളതാണ്. കൊച്ചിയിലും കാലിക്കറ്റൊക്കെ ആയിട്ട് ഓഫീസും കാര്യങ്ങളും ബാംഗ്ലൂരൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ഷിഫ്റ്റിംഗ് മാത്രമല്ല, നമുക്ക് ഓഫീസ് ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകില്ലേ, ലഡാക്ക്, ഡൽഹി, ബോംബെ അങ്ങനെയാണ് പോകുമ്പോൾ നമ്മുടെ വണ്ടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ അവർ സാധനങ്ങളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കട്ടിലും എല്ലാം അല്ലേ, എല്ലാം ഓൾമോസ്റ്റ്, അതായത് നമ്മുടെ മുട്ട് സൂചി അല്ലേ, കിച്ചൺ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തുടങ്ങി. പിന്നെ ചെറിയൊരു കുഞ്ഞു സാധനം, അതായത് കിച്ചണിലാണ് നമ്മളൊരു ചെറിയ സാധനങ്ങൾ വരെ വെക്കുന്നത് ഇല്ലേ, ഒരു മുട്ട് സൂചി വരെ അത് വരെ പാക്ക് ചെയ്തവര് ക്ലീൻ ആക്കി, അതുപോലെ ടേബിള് കാര്യങ്ങളെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് ബെഡിലുള്ള പൊടികളൊക്കെ തട്ടിക്കളഞ്ഞ് കട്ടിൽ ക്ലീൻ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് അവർ പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ കട്ടിലിന്റെ അടിയിലൊക്കെ ഓൾറെഡി എന്ന് വെച്ചാൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുവരെ അവർ തുടച്ച് ക്ലീൻ ആക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. സക്കീറിക്ക് ഉണ്ട് അവിടെ നിൽക്കുന്നത്. സക്കീറിക്കാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അകത്ത് പോയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്നൊക്കെ കാണാട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സിജു, അവരുടെ കമ്പനിയുടെ മെയിൻ സ്റ്റാഫാണ്. എന്നാലും ഇപ്പൊ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഇരുന്നോട്ടെ. അത് അവര് വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ കണ്ട ഓരോ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടാ. ആ ട്രൈപോഡിന്റെ ഇതാണ് സക്കീറിക്ക് അല്ലേ, സക്കീർ ഇല്ല, ഇക്കല്ലേ വിളിച്ചത്. ഇക്കയാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത് ഇവരുടെ ഇവിടെ. വണ്ടി അവിടെ കുറച്ച് പുറത്താണ്ടിട്ടേക്കണം. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ചെയ്തോണ്ടിരിക്കും. അതല്ല കട്ടിൽ, ഇങ്ങനെ ടേബിള്, അങ്ങനെ ഒരു കുറച്ച് സാധനങ്ങൾ മാത്രം. അതേപോലെ തന്നെ ഇവിടെ രണ്ടുപേരുണ്ട് കേട്ടോ. ഇവര് രണ്ടുപേരും, അത് ശിവ, ഇയാളുടെ പേര് പറഞ്ഞില്ല, ഷെഫീഖ്. അപ്പൊ ഒരു 4 പേരുണ്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതേ നമ്മുടെ ബെഡൊക്കെ അതേ കവർ ചെയ്യാനുണ്ടാവും. ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളിയാക്കട്ടെ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മുടെ ആ ഭിത്തിയിലൊക്കെ കണ്ടില്ലായിരുന്നു, ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് മാറ്റി ഇപ്പൊ ഓരോന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കണ്ടു നോക്കിയാൽ ഓരോന്ന് അവരുടെ പാക്കറ്റിൽ ഇങ്ങനെ ആക്കി ഇങ്ങനെ വെക്കോട്ടെ. നല്ല സേഫ്റ്റി ആയിട്ട് നമ്മുടെ കിച്ചണൊക്കെ പെർഫെക്റ്റ് ആക്കി റെഡി ആക്കണത് ശിവന്റെ. ശിവയുടെ വീട് ഇവിടെ. ശിവ എവിടെ വീട്? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. അപ്പൊ ഈ കിച്ചണൊക്കെ എല്ലാം പാക്ക് ചെയ്യണത്, എല്ലാം സെറ്റ് ചെയ്യണത് ശിവയാണ്. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ വിനിച്ചോടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ്. ശിവയൊക്കെ കിച്ചണിൽ ഏകദേശം ഒതുങ്ങിയിട്ട് ഇപ്പൊ ഇവിടത്തെ നമ്മുടെ ഫ്രിഡ്ജ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതായത് ഫ്രിഡ്ജ് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യും കേട്ടോ. പണിയും ചെയ്യണ ശിവയാണ്. പിന്നെ ഇവിടെ കട്ടിലഴിക്കുന്നുണ്ട്. സക്കീറിക്കാണ് കട്ടിലഴിക്കണത്. സക്കീറിക്ക നോക്കിയോ, നല്ല പൊടിയുണ്ടായല്ലേ, വെയിറ്റ് ഉണ്ടല്ലേ കട്ടില്. ആ കട്ടിലിങ്ങനെ വെയിറ്റ് ഉണ്ടായിരുന്ന, വെയിറ്റ് ഉണ്ടോ കട്ടില്? കുറച്ച് വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കട്ടിലാണ്. അപ്പോൾ ഒരു പോർഷൻ ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്, അടുത്ത പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഏകദേശം ഇതുപോലെയൊക്കെ പാക്ക് ചെയ്ത് പെർഫെക്റ്റ് അയക്കുന്നുണ്ട് കേട്ടോ. അവിടെ അതുപോലെ തന്നെ അവിടെ അലമാരിയിൽ നിന്ന് അവര് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നത്. ഫ്രിഡ്ജിന്റെ ഇതിന്റെ ഉള്ളിൽ കിടന്നായിട്ടാണ് കിട്ടിയത്. അത് നമുക്കൊരു പരസ്യം ചെയ്യേണ്ട ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ അലമാരിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കും. നമ്മളെ കൂടെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുള്ള ആള് തന്നെ ചെയ്തോളാം എന്നുള്ള വാശിയിലാണ്. ടേബിളിലൊക്കെ ഇതുപോലെ പൊട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും വരെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയാണ്ട് അവര് പാക്ക് ചെയ്യണത്. ഒരു ക്ലീൻ ചെയ്തപ്പോൾ ശിവയുടെ ചിരി നോക്കി ശിവ ഇരുന്ന് ചിരി ആന്ന്. നമ്മുടെ അലമാരി പാക്ക് ചെയ്യുന്നുണ്ടാണ്. ഗ്ലാസിന്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ ഗ്ലാസിന് ഒരു കുഴപ്പമില്ലാതെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് ചെയ്യണം, ലാമിനേറ്റ് ചെയ്ത് എടുക്കട്ടെ. അതിന് ശിവ തന്നെയാണ് മെയിൻ നേതൃത്വം വഹിക്കുന്നത്. ശിവ എല്ലായിടത്തും ഉണ്ട്, ശിവയാണ് എല്ലായിടത്തും ഉള്ളതെന്ന്
നമ്മുടെ ഗ്ലാസ്സിന് ഒരു കുഴപ്പം വരാതെ ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കോട്ടെ. അത്രയും അടിപൊളിയാണ്. അത് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ അതെ ഫിനിഷൊക്കെ പൊട്ടിച്ച് കളിക്കാം. ഇതാണ് ഇതുവരെ ഒരു ചെടി വരെ ഇതേപോലെ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് അവർ തരുവട്ടെ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വെള്ളം കളഞ്ഞ ചെടിയൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് തരും. പിന്നെ അതുപോലെ നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ അയച്ച് ഇവിടെ സക്കീറിക്കാം. ഇവിടെ നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സക്കീറിക്കുന്നത് ഫാൻ അയച്ച് അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചതിൽ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മുഴക്കുപോയി. ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിയാറായിട്ടാ. പിന്നെ അതേപോലെ സാധനങ്ങൾ ഇത് അവരവരുടെ വണ്ടി ഇതിൽ അവിടെ കിടപ്പുണ്ടായി. വണ്ടിയിലോട്ട് ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് ബെഡൊക്കെ കയറ്റി തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് വന്നേക്കണത്. വലിയ വണ്ടി ഉണ്ടാവട്ടെ. വലിയ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുള്ളവർക്കാണെങ്കിൽ അതേപോലെ വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തോട്ടുണ്ട് ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് നല്ല കെയർ ചെയ്തുണ്ട് അവർ കൊണ്ട് അതിനകത്ത് വെക്കുന്നത്. അപ്പോൾ അതേ അവിടെ അവരവരവരുടെ കാര്യങ്ങൾ ചെയ്യണം. ബിനീഷയുടെ വർക്കിലാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കണേ. പോകണ്ട നമുക്ക് ഇവിടുന്ന് സങ്കടം ഉണ്ടാ? പിന്നെ സങ്കടം ഉണ്ടാവില്ല. ഇത്രയും നാൾ ഇവിടെ നിന്നല്ലേ നമ്മൾ. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ നമ്മൾ ഇത്രയും നാൾ നീണ്ടു നിന്നിട്ടില്ലെന്ന് തോന്നുന്നത്. അവിടെ അതും ഈ ഒരു ടൈമൊക്കെ തന്നെയായിരുന്നു കേട്ടാ. അവിടെ നിന്ന് ഗൾഫിലോട്ട് പോയാ ഇല്ലേ അങ്ങനെ ഇവിടുന്ന് പോണേ. ബിനീഷയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോണേല്. ഏറ്റവും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ കടിച്ചമർത്തി പിടിച്ചേക്കണ്. അവിടെ ചെന്നിട്ട് ഞാനൊരു പൊട്ടിലങ്ങട് പൊട്ടു. ഇന്നലെ നിശ്ചയിച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിയതാണ്. ആരാണ് ഞങ്ങൾക്ക് വൈകുന്നത് അല്ലേ? ഫുഡൊക്കെ ചെല്ലുന്നുണ്ട് ഇങ്ങനെ പോലെ സാധനം വെച്ചിട്ട് തിരിഞ്ഞങ്ങടെ പോലെ മുഖത്തോട്ട് അങ്ങനെ അധികം നോക്കാനുള്ള ചേച്ചി. പിന്നെ അതുപോലെ സൂചിച്ചേച്ചിക്ക് വിഷമമുണ്ടായിരുന്നട്ടാ സൂചിച്ചേച്ചിനെ കണ്ടപ്പോഴും. ഇവിടെയുള്ള കൊറേ ചേച്ചിമാര് അങ്ങനെ എല്ലാം കൊറേ ചേട്ടന്മാര് എല്ലാരും നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾ എന്തിനാ പോണത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇനി വരും ഇവിടെ അല്ലേ. ഇത്രയും പേര് നമ്മൾ ഇവിടെ ഉള്ളവര് തന്നെ ഇഷ്ടപ്പെടണ്ടായെന്ന് പറഞ്ഞാല് എന്താന്നറിയില്ല. പിന്നെ അതുപോലെ വീഡിയോ കാണുന്ന ആൾക്കാർ കുറെ പേര് നിങ്ങൾ മാറിയാന്നും ഞങ്ങൾ അവിടെ വരുമ്പോ കാണാനായിട്ട് കുറെ പേര്. ഇവിടുന്ന് പോകുമ്പോ ഇവിടെയുള്ള സബ്സ്ക്രൈബേഴ്സിന് കുറെ പേർക്ക് വിഷമം. എന്തിനാ പോണ നമ്മുടെ നാട് നല്ലതല്ലായിരുന്നു. നാടിന്റെ അല്ല നമുക്ക് ഒരു അല്ലേ നമ്മ പറഞ്ഞ മാറ്റം വേണമല്ലോ. മാറി നമുക്ക് ചായക്കിപ്പോ കോച്ചിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മാറിയത്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ അല്ലേ നിൽക്കുള്ളായിരുന്നു. നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവർ ടർപ്പാള ഇട്ടോണ്ടിരിക്കണേ കേട്ടാ. ടർപ്പാള ഇട്ട് മൂടിയാണ് അവര് കൊണ്ടുപോണത്. വിനീഷ് ഇവിടെ ഇപ്പൊ വിനോദം വന്നിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് പോകണമെന്നും പറഞ്ഞിട്ട് വിനോദേട്ടൻ ഇവിടെ അവിടെ നിന്ന് സൈക്കിളും ചവിട്ടി കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോണേണ്. ഞാനൊന്നും കൂടെ ഒന്ന് കുളിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങോട്ടാ. മെയിനാളാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട് ഗൈസ്. നടയില് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാം റെഡിയാക്കി. ഞാൻ എന്റെ ഒന്നും എടുക്കാൻ കൊടുത്തില്ല ഗൈസ്. അതായത് ഞാൻ ഓൾറെഡി കുളിക്കണായിരുന്നു. അപ്പത്തേക്കും ഒരു ബാക്കിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞു പോയി. ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചിട്ട് ഒന്നും കടയിലാണ് ഓട്ടോ ഒന്നും പറ്റിയില്ല. കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ചേച്ചിയോടെ കാത്തിരിക്കണേ. വിനോദനും ചേച്ചി സങ്കടത്തിലാണ്. വിനോദന്റെ ശബ്ദമൊക്കെ ഇടറി സങ്കടം വന്നിട്ട് ഇനി ബുള്ളറ്റിന്റെ സൗണ്ടേക്ക് നോക്കണ്ടല്ലോ. എന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് വിറക്കണേട്ടാ ഞങ്ങളുടെ തത്ത ചേച്ചി. ഞങ്ങൾ പോണെന്ന് പറഞ്ഞപ്പോ വന്നിങ്ങനെ ഭയങ്കര നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങള് ഭക്ഷണം കഴിച്ചു. നിശ്ചയിച്ചി നിങ്ങൾ പോണേണ്ട. നിശ്ചയിച്ച് സങ്കടത്തിലിരിക്കണേണ്. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോ പോണേന്നും പറഞ്ഞ പരാതിയാണ്. അപ്പൊ എന്തായാലും വരും. ഇവിടെ തന്നെ വരുള്ളൂ പോയി കഴിഞ്ഞിട്ട് കേട്ടാ. അപ്പൊ മേടിക്കാനോ നമുക്ക് അടുത്ത് വിളിക്കാം. ഓണത്തിന് വിളിക്കാം. ഓണത്തിന് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം. ഞാനിവിടെ എത്തൂടാ. ഞങ്ങൾ വരും. ഓണത്തിന് നമ്മള് ഇവിടെ സ്ഥലത്തെത്തി. അതിനുശേഷം അവര് സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അവര് കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇറക്കി താഴോട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിലോട്ട് അകത്തോട്ട് കയറ്റുന്നുണ്ട്. ഇവിടെ
ഇവിടെ സാധനങ്ങള് എവിടെ ചായ ഇങ്ങനെ നടപ്പുണ്ട്. അപ്പൊ എവിടേക്കാണെന്ന് വെക്കണ്ടേന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണേണ്ടാ. ചേട്ടന്മാര് ഇവരാകുന്നിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളുടെ ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവരുടെ ആ കമ്പനി ആയിരുന്നു നമുക്ക് വേണ്ടി ഈ സാധനങ്ങളോ വീട്ടിൽ നിന്ന് നല്ല കെയർഫുൾ ആയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അതേപോലെ നമ്മൾ പറയണ പോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നിട്ടാ. നിങ്ങളുടെ കമ്പനിയുടെ പേര് പുള്ളിക്കാൻ കറക്റ്റ് ആയിട്ട് പറയും. കൊച്ചി പാക്കറ്റ്സ് ആൻഡ് മൂവേഴ്സ് എന്നാണ്. കളമശ്ശേരിയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നമ്മൾ ഇന്ത്യ മൊത്തം ചെയ്യുന്നുണ്ട്, കേരളം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വണ്ടി എല്ലാ പാക്കേജ് ഇവർ കൊണ്ടുപോകട്ടെ. ഇപ്പൊ ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവരുടെ ഈ സക്കീറിക്ക അതുപോലെ സിജു, ശിവ, ഷെഫീഖ് ഈ 4 പേരും കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തത്. ഇവരില്ലാതെ ഞങ്ങൾ വിട്ടതാണ് ശരിക്കും. രണ്ടുപേരും കൂടി ഇനി ഇവിടെ വന്നിട്ടും കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ടായി. അതും ഇവര് എല്ലാം ക്ലിയർ ചെയ്തെല്ലാം ഒരു സാധനത്ത് ഒരു സാധനങ്ങളും ഒരു കംപ്ലൈന്റ് ഡാമേജ് ഇല്ലാണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടാണ്. ശിവന് മെയിൻ ആയിട്ട് എല്ലാത്തിനും ശിവ ബാഹുബലി പോണ പോലെയൊക്കെ പോണേ ഓരോന്നൊക്കെ പോക്കി പിടിച്ചിട്ടല്ലേ. അപ്പൊ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. അതുപോലെ വീട് ഷിഫ്റ്റിംഗ്, ഓഫീസ് ഷിഫ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ സാധനങ്ങൾ മാത്രമല്ല വണ്ടി വരെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒക്കെ ഇവർക്കുണ്ടല്ലോ. സക്കീർക്കായിരുന്നു ഡ്രൈവർ. വളരെ സന്തോഷം. വളരെ സന്തോഷം എന്തായാലും കണ്ടതിൽ. അപ്പൊ ഇടയ്ക്ക് വിളിക്കാൻ. ഓക്കെ.